ഹലോ, എസ്റ്റർ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ഹാൻഡ് എംബ്രോയിഡറി ഡെയിലി വെയർ കളക്ഷനിൽ പറ്റുന്ന സാരീസ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ കളക്ഷനിൽ വരുന്ന സാരീസ് ആണ്. നമുക്ക് പുതുതായിട്ട് കുറച്ച് സബ്സ്ക്രൈബർ കളക്ഷൻ സാരീസ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ സാരീസ് വെച്ചിട്ട് കാണാം. അപ്പം നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റൽ പിങ്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന സിൽക്കി കോട്ട സാരിയിൽ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ്. കോൺട്രാസ്റ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ടല്ല, ഈ പിങ്കിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു റോസ് ഫ്ലവർ പാറ്റേണിൽ വരുന്ന ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഗ്രീൻ ആണെങ്കിലും ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഗ്രീൻ അല്ല, കുറച്ചൊരു ഇതിനോട് ചേർന്ന് വരുന്നത് പോലത്തെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വർക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രൊജക്റ്റ് ചെയ്ത് കാണത്തില്ലെങ്കിൽ പോലും ഒരു നല്ലൊരു സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്ക് എന്നൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന ഒരു വർക്കാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞു റോസ് ഫ്ലവേഴ്സും ഗ്രീനിന്റെ 2-3 ഷെയ്ഡ്സിൽ വരുന്നത് പോലത്തെ ലീഫ് പാറ്റേണും, അതും 2-3 സ്റ്റിച്ചുകൾ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ലീഫ് പാറ്റേൺസ് ചെയ്തിരിക്കുന്നത്. ലേസി ഡേസിയും ഫ്രഞ്ച് നോട്ട്സും ലോങ് ഫ്രഞ്ച് നോട്ടും അതുപോലെ ലീവ്സ് ആണെങ്കിലും ആ ഒരു ഫോൺ സ്റ്റിച്ച് ഒക്കെ വരുന്നൊരു പല സ്റ്റിച്ചുകൾ യൂസ് ചെയ്ത്, എന്നാൽ വളരെ സിമ്പിളായിട്ട് ഒത്തിരി ഭയങ്കര മെസ്സാക്കാതെ, ഭയങ്കര ഒരു കോൺട്രാസ്റ്റോ ഭയങ്കര ഒരു 3D ഇഫക്റ്റോ ഒന്നും കൊണ്ട് ഒത്തിരി ടൈം ഒന്നും ഭയങ്കര ഒരു ഇതാക്കാതെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി വർക്കാണ്. ഇതിൻ്റെ പല്ലു പോർഷനിലെ മെയിൻ ഡിസൈനാണ്. അത്യാവശ്യം വലുപ്പമുള്ള, തീരെ ചെറിയ ഡിസൈനും അല്ല, അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഡിസൈൻ. അതുപോലെ ഈ ഒരു സാരിയുടെ പ്രത്യേകത, ഇതിൻ്റെ എൻ പോർഷൻ ഇതുപോലെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് എംബ്രോയിഡറി സ്റ്റിച്ച് യൂസ് ചെയ്ത് തന്നെയാണ് ഇതിൻ്റെ എൻ പോർഷൻ ഇങ്ങനെ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ ഇത് വരുന്ന പോലെയാണ് ലോക്ക് ചെയ്ത് എൻ പോർഷൻ വന്നിരിക്കുന്ന പല്ലുവിൻ്റെ. അതുപോലെ പല്ലുവിൻ്റെ ഉൾവശത്തെ ഡിസൈൻ, അത് ഉള്ളിൽ വരുന്ന പല്ലു പോർഷനിലും ഇതിൻ്റെ ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചുടു സൈസ് കുറച്ച് ഇതിനകത്ത് ഫ്ലവർ ഡിസൈൻ ഒക്കെ ആണെങ്കിലും പല കളേഴ്സ് യൂസ് ചെയ്ത, പിങ്കിൻ്റെയും പീച്ചിൻ്റെയും ബ്രൗണിൻ്റെയും ഒക്കെ കുറേ കളേഴ്സ് യൂസ് ചെയ്ത, എന്നാൽ ഒന്നും ഭയങ്കര കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കളേഴ്സ് അല്ല, സെറ്റിൽ ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ്. നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ലേ പോലും ഒരുപാട് ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഈ എംബ്രോയിഡറി ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പല്ലു ലുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരുമിച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു ലുക്ക് വരുന്നത്. വേണ്ട, 2 ഡിസൈൻ ഇവിടെ കാണാവുന്നത് പോലെ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കുവാണ്. ഇങ്ങനെ പല്ലുവിൻ്റെ എൻ പോർഷൻ ഈ ഒരു പാറ്റേണിൽ വരും. നെക്സ്റ്റ് ഇതിനകത്ത് ഡിസൈൻ വരുന്നത് റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ ഒരു ചെറിയ ഡിസൈൻ, നമ്മൾ പല്ലുവിൻ്റെ എൻ പോർഷനിൽ കണ്ടതിനേക്കാളും കുറച്ചും കൂടെ ചെറിയൊരു ഡിസൈനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു ഷെയ്ഡും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്, നമുക്ക് പ്ലെയിൻ സാരിയിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ബേബി പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു പേസ്റ്റൽ പിങ്ക്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്കും വൈറ്റും കൂടെ ഉള്ള ഒരു മിക്സ് വരുന്നത് പോലത്തെ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈറ്റ് ഷെയ്ഡ്, പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അതുപോലെ ഈ സാരിയിൽ ഒരു പ്രത്യേക ഒരു സ്റ്റിച്ച് പാറ്റേൺ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന, അതായത് ചെസ്റ്റ് പോർഷനിൽ വരുന്ന, നമ്മൾ ഉടുത്ത് വരുമ്പം നമ്മൾ ഉള്ളിൽ വരുന്ന പോർഷനിൽ, ചെസ്റ്റ് പോർഷൻ തൊട്ട് നമ്മുടെ ഉടുത്ത് വരുന്നുണ്ടോ, നമ്മുടെ ഫ്രണ്ടിൽ ആ ഒരു ഉള്ളിൽ കാണുന്ന ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് ഇതുപോലെ ചെറിയൊരു റോസ് ഫ്ലവറും ലീഫും വെച്ചിട്ട് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ഇതിൽ നമുക്ക് കാണാൻ പറ്റും സാരിയുടെ ഒരു ഹാഫ് പോർഷൻ വരെ. അതായത് നമ്മൾ ഉടുത്ത് വരുമ്പോൾ ഏകദേശം ഈ ഒരു പോർഷൻ കാണുന്ന ഭാഗങ്ങളിലൂടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് കുഞ്ഞൊരു ഫ്ലവർ ഡിസൈനും ഉൾവശത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം സിംഗിൾ ഫ്ലീറ്റിൽ ഉടുക്കുന്നവർക്ക് വേണമെങ്കിൽ ഈ ഒരു ഡിസൈൻസും ഡിസ്പ്ലേ വരും. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലീറ്റഡായി ഉടുക്കുന്ന സമയത്തും നമ്മുടെ ഈ ഒരു ഫ്ലീറ്റ് ഇങ്ങനെ കയറ്റിയാണല്ലോ വെക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലീറ്റിലെ ഈ ഡിസൈൻ നമ്മൾ ഫ്ലീറ്റഡായി ഉടുക്കുന്ന സമയത്തും കാണാൻ പറ്റും. അപ്പോൾ പ്ലെയിൻ ആയിട്ട് ഉള്ളു വരാതെ ചെറിയൊരു ഡിസൈൻ അവിടെ വരികയും ചെയ്യും. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻ ഇതുപോലെയാണ് വരുന്നത്. ഒരു 2-3 ഡിസൈനായിട്ട് ചെയ്യാതെ ഒരു ക്ലൈംബിംഗ് പാറ്റേണിൽ ഇച്ചിരി ലെങ്തിൽ ചെയ്തിരിക്കുവാണ് ഡിസൈന്. ഒരു 2-3 ഡിസൈൻ മിക്സ് ചെയ്ത് വരുന്ന ഒരു സൈസിൽ സിംഗിളായിട്ടൊരു ക്ലൈംബിംഗ് പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു സെയിം കളർ കോമ്പിനേഷൻ്റെയും അതുപോലെ ഈ പറഞ്ഞ പോലെ ആ ഒരു സിമ്പിൾ ഒരു ഡിസൈൻ്റെ ഒരു ഭംഗിയൊക്കെ ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുണ്ട്. ഒത്തിരി നിറഞ്ഞ എംബ്രോയിഡറി ഇല്ല, എന്നാൽ അത്യാവശ്യം നീളത്തിൽ നല്ല ഒരു ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ലെങ്ത് വൈസ് ഈ പറഞ്ഞ പോലെ നല്ല നീളത്തിൽ ആ ഡിസൈൻ ഉള്ളത് കൊണ്ട് കുറച്ച് നമ്മൾ ഉടുത്ത് വരുമ്പം നിറച്ച് ആ എംബ്രോയിഡറിയുടെ ഭംഗി കാണാൻ പറ്റും. സിമ്പിൾ സാരീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ നെക്സ്റ്റ് ഇതിനകത്ത് ഡിസൈൻ വരുന്നത് ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ്. റൈറ്റ് ലെഗ് പോർഷനിൽ ഒരു ചെറിയ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്നത് ഇങ്ങനെയൊരു സ്മോൾ ഡിസൈൻ റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്നത്. ഇത്രയും ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2175 ആണ്, 2175 റുപ്പീസ് ആണ്. ഈ സാരി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി.
നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു സിൽക്കി കോട്ട പാറ്റേണിൽ വരുന്ന, പക്ഷെ നമ്മൾ നേരത്തെ കാണിച്ച സൂപ്പർ നെറ്റ് സിൽക്കി കോട്ട അല്ല, ഇത് വരുന്നത് നമ്മുടെ ചെക്ക് സിൽക്കി കോട്ട പാറ്റേണിൽ വരുന്ന ഒരു സാരിയാണ്. നൈലോൺ കോട്ട എന്നൊക്കെ പറയും, പല രീതിയിൽ ഈ ഒരു മെറ്റീരിയലിനെ ആൾക്കാർ പറയുന്നുണ്ട്. ഇത് നൈലോൺ കോട്ട, ചെക്ക്, അതുപോലെ നമ്മുടെ കോട്ടൺ ചെക്ക് കോട്ടയുടെ സെയിം ചെക്ക് പാറ്റേൺ ആണ് വരുന്നത്. സിൽക്കി കോട്ടയുടെ ചെക്ക് സിൽക്കി കോട്ട എന്നൊക്കെ പറയുന്ന ഒരു മെറ്റീരിയലാണ് ഈ വരുന്നിരിക്കുന്നത്. വളരെ ഫ്ലോയി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. മറ്റു നമ്മുടെ സൂപ്പർ നെറ്റ് ചെക്ക് കോട്ടയെക്കാളും ഭയങ്കര ഫ്ലോയും ഭയങ്കര ഒരു നൈസ് ആയിട്ടുള്ള ഫാബ്രിക്, ഒട്ടും ഒരു സ്റ്റിഫ്നെസ് ഇല്ല, തീരെ ഫ്ലോയി ആയിട്ട് കിടക്കുന്ന പോലത്തെ, ഒതുങ്ങി കിടക്കുന്ന, ഒഴുകി കിടക്കുന്ന പോലത്തെ ഫാബ്രിക്കാണ് വരുന്നത്. ഇതിനകത്ത് ക്രോസ് സ്റ്റിച്ച് പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഒരു ബേർഡിന്റെ ഒരു മോട്ടീവാണ് ചെയ്തിരിക്കുന്നത്. ക്രോസ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബേർഡിനെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു റെഡും യെല്ലോയും വൈറ്റും, അതുപോലെ അതിൻ്റെ ഒരു കണ്ണൊക്കെ ബ്ലാക്ക് കളറിൽ കാണിക്കുന്നത് പോലെ ഒരു 3-4 ഷെയ്ഡ്സ് യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ടും എന്നാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും നല്ലൊരു അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ്. എല്ലാവർക്കും അറിയാം, ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ ഇത്ര സിമ്പിൾ ആണെങ്കിലും ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കുന്ന സ്റ്റിച്ച് തന്നെ. ഇതിനകത്ത് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്കിത് വരയ്ക്കാനായിട്ട് ഒത്തിരി സമയം എടുക്കുന്ന ഒരു പാറ്റേൺ ക്രോസ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമുക്ക് ബാക്കി എല്ലാ ഡിസൈൻസും ഒരു പ്രാവശ്യം ഡിസൈൻ നമുക്ക് വരച്ചെടുത്താൽ സാരിയിൽ വെച്ച് ട്രേസ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷേ ക്രോസ് സ്റ്റിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ഇങ്ങനത്തെ ചെക്സിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ഭാഗത്തും ഒരു ചെക്സിനകത്ത് മാർക്ക് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അല്ലാതെ നമുക്ക് പേപ്പർ അടി വെച്ച് മാർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള പാറ്റേൺ ഈ ഒരു ക്രോസ് സ്റ്റിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇച്ചിരി സമയം എടുത്ത് തന്നെ നമ്മൾ ക്രോസ് സ്റ്റിച്ച് എപ്പോഴും ചെയ്യുന്നത്. കാണുമ്പോൾ വളരെ നല്ല സിമ്പിളായിട്ട് തോന്നുന്ന പോലും നമുക്ക് സമയം എടുക്കും. അതുപോലെ ക്രോസ് സ്റ്റിച്ച് ഈ പറഞ്ഞ പോലെ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റിച്ചോ, നമുക്ക് പണ്ട് സമയം തൊട്ട് ഇപ്പം വരെയാണെങ്കിലും ക്രോസ് സ്റ്റിച്ച് എപ്പോഴും നമുക്ക് ആ ഒരു നല്ലൊരു ട്രെൻഡിങ് ആയിട്ടും വളരെ നല്ലൊരു ഭംഗിയുള്ളൊരു എംബ്രോയിഡറി പാറ്റേൺ തന്നെ. അതിൻ്റെ ഉൾവശത്താണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത്. സെയിം സൈസിലുള്ള ഡിസൈൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എല്ലാം തന്നെ. ഇത് ഉള്ളിൽ അതുകൊണ്ട് തന്നെ പല്ലുവിൽ 2 ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. വേണ്ട, പല്ലുവിൻ്റെ ഫുൾ പോർഷൻ കാണുമ്പോൾ ഇതുപോലെ പല്ലുവിൻ്റെ എൻഡിൽ 2 ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ റണ്ണിങ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റണ്ണിങ് പോർഷനിൽ വീണ്ടും ഒരു ബേർഡ് മോട്ടീവ് കൊടുത്തിട്ടുണ്ട് പുറകോട്ട് കിടക്കുന്നത്. അപ്പം പല്ലുവിൽ ഫുള്ളായിട്ട് വരുമ്പം 3 മോട്ടീവ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ജസ്റ്റ് കറക്റ്റ് ചെസ്റ്റ് ഭാഗത്ത് വരുന്നത് പോലെ ഒരു ബേർഡ് മോട്ടീവാണ് ഉള്ളത്. ഉടുത്ത് വരുമ്പം ഇങ്ങനെ വരുന്ന ഭാഗത്ത് ഒരു ബേർഡ് മോട്ടീവാണ് ഉള്ളത്. കുറച്ചുകൂടെ താഴോട്ട് വന്നു കഴിയുമ്പോൾ വീണ്ടും ഒരു ബേർഡ് മോട്ടീവ് ഉണ്ട്. നമ്മുടെ ആ ഒരു പുറകോട്ട് തിരിയാറാവുന്ന ഭാഗമാകുമ്പോഴത്തേനും വീണ്ടും ഒരു നോർമലി വരുന്ന പോലെ അടുത്തടുത്ത് വരാതെ കുറച്ചൊരു ഗ്യാപ്പിൽ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഒത്തിരി നിറഞ്ഞു നിൽക്കുന്നതല്ല, എന്നാൽ ഏകദേശം ബോർഡറിൽ എംബ്രോയിഡറി ഉള്ളൊരു ഇത് വരുന്ന പോലത്തെ പാറ്റേണിലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. 4th ഡിസൈൻ ഇതാണ്. 5th ഡിസൈൻ ഈ ഒരു റൈറ്റ് ലെഗ് പോർഷന്റെ ഭാഗത്തായിട്ട്, അതായത് മുകളിൽ ഫ്ലീറ്റിൽ റൈറ്റ് ലെഗ് പോർഷന്റെ ഭാഗത്തായിട്ട് വരുന്ന പോലെയാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ബോട്ടം പോർഷനിൽ വരുന്നത് പോലെ റൈറ്റ് ലെഗ് പോർഷനിൽ ഈ ഒരു ഫ്ലവർ ബേർഡ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ ഡിസൈൻസ് വരുന്നത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2480 ആണ്. 2480 റുപ്പീസ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത്. ഈ ഒരു സാരി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്മളിതിന് സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ ഷെയർ ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് വീണ്ടും ഒരു സിൽക്കി കോട്ട സാരിയാണ്. നമ്മുടെ സൂപ്പർ നെറ്റ് കാറ്റഗറി തന്നെ വരുന്ന വൈറ്റ് കളറിലെ സിൽക്കി കോട്ട സാരിയിൽ ഈ ഒരു ബ്രൗണിന്റെ സാരിയാണ്. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ലേസി ഡേസി വെച്ചിട്ടുള്ള ചെറിയൊരു ഫ്ലവർ എലമെന്റ്സും ഒക്കെ ഈ ഒരു സാരിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പീച്ചിന്റെ കോമ്പിനേഷനൊക്കെ. ഈ ഒരു അത്യാവശ്യം ഒരു വലിയ ഒരു 3-4 ഫ്ലവേഴ്സ് വരുന്ന അത്യാവശ്യം വലുപ്പത്തിലൊരു ഡിസൈനാണ്. ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷനിൽ വരുന്ന ഡിസൈനാണ്. അതുപോലെ പല്ലുവിന്റെ എൻഡ് ഈ ഒരു പാറ്റേണിൽ ലോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സാരിയിൽ. ഇതിനകത്ത് നെക്സ്റ്റ് ഇതിന്റെ പല്ലുവിന്റെ ഉള്ളിലെ എൻഡിൽ ഒരു ചെറിയ ഡിസൈൻ വരുന്നുണ്ട്. ഒരു 3 ഫ്ലവറും 2 ലീഫും വരുന്നത് പോലെ ആ ഒരു 3 ഷെയ്ഡ്സിൽ വരുന്ന ഫ്ലവേഴ്സ് ആണ്. ഇതിനകത്തും ഈ പറഞ്ഞ പോലെ ആ ഒരു ഷെയ്ഡ്സ് ആണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബ്രൗണിന്റെ തന്നെ ഡിഫറെന്റ് ഷെയ്ഡ്സും, അതുപോലെ ഗ്രീൻ ആണെങ്കിലും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഒത്തിരി റിച്ച് നിൽക്കത്തില്ല, എന്നാൽ ആ ഒരു ഫ്ലവേഴ്സിനൊക്കെ നല്ലൊരു ഒരു കോൺട്രാസ്റ്റ് ലുക്ക് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കളർ ഗ്രീൻ ആണ്. അതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതിനകത്ത് വളരെ മിനിമലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഒത്തിരി ഡിസൈൻസ് ഇല്ല. പല്ലു പോർഷനിൽ ഇതുപോലെ 2 ഡിസൈൻ ഉണ്ട്. നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും അത്യാവശ്യം ലെങ്തിൽ ഒരു സിംഗിൾ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒരു സിംഗിൾ ഡിസൈനാണ്.
ഇതുപോലൊരു സിംഗിൾ ഡിസൈൻ ആണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കവറേജ് വരുന്നുണ്ട്. നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും ആ ഒരു ഫ്രണ്ട് നിറഞ്ഞൊരു സിംഗിൾ ആയിട്ടുള്ളൊരു ക്ലൈംബിംഗ് പാറ്റേണിൽ ഈ ഒരു സ്റ്റിച്ച് വന്നിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് കവറേജ് വരുന്നുണ്ട്. ഉടുത്ത് വരുമ്പോഴത്തേനും നല്ല വലിയ ഫ്ലവേഴ്സും കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഫ്ലവേഴ്സ് ഇച്ചിരി വലിയ സൈസിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നിറഞ്ഞ ഡിസൈൻ വരുന്ന രീതിയിൽ തന്നെ ആ ഡിസൈൻ ഉണ്ട്. ഓൾറെഡി ഉണ്ട്, ഇത് മോർ ദാൻ ഒരു 20 ഇഞ്ച് ലെങ്തിൽ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ തന്നെ ഈ ഫ്ലവേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല സൈസിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത്. ഇനി ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോൾ നമ്മൾ പല്ലുവിൽ കണ്ടതുപോലെ ഒരു ഡിസൈൻ തന്നെ ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലെ ഡിസൈൻ വരുന്നത്. 4 ഫ്ലവേഴ്സും കുറച്ച് ലീവ്സും വരുന്നൊരു പാറ്റേണിൽ റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്നത് പോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് ഇതിനകത്ത് 4 ഡിസൈൻസേ ഉള്ളൂ. പക്ഷെ 4 ഡിസൈൻസും 4 സൈസിൽ വരുന്നത് പോലെയാണ്. ചെസ്റ്റ് പോർഷനിലെ ഡിസൈനൊക്കെ ഒരു 2-3 ഡിസൈൻസും മെർജ് ചെയ്ത് വരുന്നൊരു സൈസിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസൈനിൻ്റെ എണ്ണം വെച്ചിട്ട് ഈ ഒരു സാരിയുടെ പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ ഡിസൈനും ഓരോ സൈസിലാണ് ചെയ്തിരിക്കുന്നത്. എന്നാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1810 ആണ്. 1810 റുപ്പീസാണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ലാവൻഡർ കളറിലെ കോട്ടൺ ചെക്കോട്ട ഫാബ്രിക്കിൽ ഒരു വയലറ്റ് ഷെയ്ഡിൽ ജർമ്മൻ നോട്ട്സ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി ആണ്. നമ്മളൊരു വീഡിയോയിൽ ഫസ്റ്റ് ടൈമായിട്ടാണ് ഈ ഒരു പാറ്റേൺ എംബ്രോയിഡറി സ്റ്റിച്ച് കാണിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി സ്റ്റിച്ചാണ്. ലാവൻഡറിൻ്റെ തന്നെ ഒരു ഡാർക്കർ ഷെയ്ഡിലോട്ട് വരുന്നത് പോലെ ഒരു വയലറ്റ് ഷെയ്ഡിലാണ് ഈ ഒരു എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്ക് അത്യാവശ്യം നല്ല ഹൈലൈറ്റ് ചെയ്ത് ഈ ഒരു സാരിയിൽ കാണാനായിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു ഫ്രഞ്ച് നോട്ട് പാറ്റേണിൽ ഒരു മജന്ത ഷെയ്ഡ് ഒരു ഹൈലൈറ്റ് പോലെ ആ ഒരു ഫ്ലവറിന്റെ സെൻട്രൽ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ലീഫും ഒരു റോസ് ഫ്ലവറും വരുന്നൊരു പാറ്റേൺ ആണ്. ഇതിനകത്തെല്ലാം സിംഗിൾ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ജർമ്മൻ നോട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാറ്റേൺ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. അപ്പം അതിനകത്ത് കുറച്ച് ഡിസൈൻസ് ഈ ഒരു സാരിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതിൻ്റെ ബോർഡറിൻ്റെ ആ ഒരു എൻഡിൽ തന്നെ, അതായത് ഉൾവശത്ത് വരുന്നിടത്ത് ഡിസൈൻ ഇല്ല, നമ്മുടെ റണ്ണിങ് പോർഷനിലോട്ട് വരുന്നിടത്ത് തന്നെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. ഇതുപോലെ 2 ഡിസൈൻ ഇതിൻ്റെ റണ്ണിങ് പോർഷനിൽ വന്നിട്ടുണ്ട്. പല്ലുവിൻ്റെ എൻഡിലെ ഡിസൈൻ കൂടാതെ തന്നെ ഈ ഒരു 2 ഡിസൈനും കൂടെ ഈ ഒരു റണ്ണിങ് പോർഷനിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 3 ഡിസൈനാണ് ഇതിൻ്റെ ഈ ഒരു റണ്ണിങ് പോർഷനിൽ വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നല്ല ഫിനിഷിങ്ങോട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി സ്റ്റിച്ചാണ്. കാണുമ്പോൾ നല്ലൊരു 3D ഇഫക്റ്റ് ഉള്ളൊരു പാറ്റേൺ ആണ് ഈ ഒരു ജർമ്മൻ നോട്ട് സ്റ്റിച്ച് വരുന്നത്. നമ്മൾ തൊടുമ്പോഴാണെങ്കിലും അറിയാം നമുക്കത് ആ ഒരു സാരിയിൽ നിന്നും ഇച്ചിരി ഒരു ബൾജ് ചെയ്ത് നല്ലൊരു ഫിനിഷിങ് ലുക്കിൽ തന്നെ നിൽക്കുന്ന ഒരു ഇതാണ്. നമുക്കിത് അയൺ ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ല, കാരണം ടൈറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പം ഇതുപോലെ 3 ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. സെയിം നമ്മൾ പല്ലുവിൽ കണ്ടതുപോലെ 3 ഡിസൈൻസ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും അത്യാവശ്യം ചെസ്റ്റ് പോർഷൻ തൊട്ട് നമ്മുടെ റൈറ്റ് ലെഗ് പോർഷൻ വരെയും വരുന്നത് പോലെ ഈ ഒരു ഡിസൈൻസ് വരും. അത്യാവശ്യം ഒരു ഗ്യാപ്പിൽ തന്നെയാണ് ഈ 3 ഡിസൈൻസും കൊടുത്തിരിക്കുന്നത്. ഡിസൈൻസ് ആണെങ്കിലും അത്യാവശ്യം വലിയ വലുപ്പമല്ല, എന്നാലും അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ചെയ്തിരിക്കുന്ന ഡിസൈൻസ് ആണ്. അങ്ങനെ 3 ഡിസൈൻസ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്നുണ്ട്. കുറച്ചും കൂടെ വ്യൂവിൽ ഈ ഒരു ഡിസൈൻസ് കാണാൻ, അതായത് ഈ നോട്ട് സ്റ്റിച്ച് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ക്ലോസർ വ്യൂവിൽ നമുക്ക് കാണിച്ചു തരാം. ഇതുണ്ട്, ഈ ഒരു പാറ്റേണിലാണ് ഈ ഓരോ ഡിസൈൻസ് ഇരിക്കുന്നത്. സിംഗിൾ കളറിലാണെങ്കിൽ പോലും ആ ഒരു ഡിസൈൻ അതിൻ്റെതായ ഒരു എലഗൻസ് ഉണ്ട്. നമുക്കൊരു ഞാൻ പറഞ്ഞില്ലേ, ഒരു 3D ഇഫക്റ്റ് ഒക്കെ കിട്ടുന്ന പോലെ കുറച്ചൊന്ന് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു എംബ്രോയിഡറി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. നെക്സ്റ്റ് ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. റൈറ്റ് ലെഗ് പോർഷനിൽ ഈ സെയിം ഡിസൈൻ തന്നെ ഒന്ന് ചെറിയൊരു സ്റ്റാൻഡിങ് പോസിൽ വരുന്ന ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇത്രയും ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ വരുന്നത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2825 ആണ്. 2825 റുപ്പീസാണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത്. ഇത്രയും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ ഇത്രയും റേറ്റ് ഈ ഒരു സാരിക്ക് വരുന്നത്. ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ബ്ലൂ കളറിലെ പേസ്റ്റൽ ബ്ലൂ കളറിലെ സിൽക്കി കോട്ട സാരിയിൽ ഈ ഒരു ഗ്രീൻ പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന എംബ്രോയിഡറി സ്റ്റിച്ച് വന്നിരിക്കുന്ന ഒരു സാരിയാണ്. ഇത് ഡാർക്ക് ഗ്രീനും അതുപോലെ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ഒരു പീച്ചിൻ്റെ പിങ്കിൻ്റെ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഡബിൾസ് ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്ന എംബ്രോയിഡറിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഭംഗിയുള്ള എംബ്രോയിഡറി ഡിസൈനാണ്.
നല്ല അത്യാവശ്യം സൈസിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറിയാണ്. ഇതിനകത്ത് ആ ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡിൽ ഈ ഒരു കോൺട്രാസ്റ്റ് ചെയ്ത് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഇത് ഈ പല്ലു പോർഷൻ്റെ മെയിൻ എൻഡിൽ നമുക്ക് ആ ഒരു കാണുന്ന എൻഡ് പോർഷനിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിനകത്ത് ഡിസൈൻസ് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെയാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിൽ 3 ഡിസൈൻസ് വരുന്നത് പോലെയാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻ വന്നിരിക്കുന്നത്. നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിൽ കാണാവുന്ന പോലെ 3 ഡിസൈൻസ് ഉണ്ട്. ഇതൊരു കളർ കോമ്പിനേഷൻ തന്നെ ഈ പറഞ്ഞ നല്ല കോൺട്രാസ്റ്റ് ചെയ്ത് തന്നെ ഈ ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡിൽ ഗ്രീൻ ആണെങ്കിലും പീച്ച് ആണെങ്കിലും നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണാവുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. സ്റ്റിച്ച് ആണെങ്കിൽ ഞാൻ നേരത്തെ ജർമ്മൻ നോട്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു സ്റ്റിച്ചാണ്. ഫ്രഞ്ച് നോട്ടും നന്നായിട്ട് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു സ്റ്റിച്ചും വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 ഡിസൈൻ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലുണ്ട്. അതുപോലെ ഇതിൻ്റെ ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും കുറച്ചും കൂടെ നമ്പർ ഓഫ് ഡിസൈൻസ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഫസ്റ്റ് റൈറ്റ് ലെഗ് പോർഷനിൽ ഇതുപോലെ ഒരു ഡിസൈൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ആയിട്ടുള്ളൊരു ബ്രാഞ്ച് വന്നിട്ട് അതിൽ കുറച്ച് ലീവ്സ് വരുന്നൊരു പാറ്റേണിലാണ് ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഫ്ലീറ്റ് പോർഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഫ്ലീറ്റ് പോർഷൻ ഇടയ്ക്കായിട്ടും വരുന്നത് പോലെയാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് മുകളിലോട്ടും വരുന്ന ആ ഒരു ഭാഗത്ത് വരുന്നത് പോലെ ഇങ്ങനെ 3 ഡിസൈൻസ് ഇതിൻ്റെ ബോട്ടം പോർഷനിൽ വന്നിട്ടുണ്ട്. നോർമലി നമ്മൾ ബോട്ടം പോർഷനിൽ ഡിസൈൻസ് വരുന്ന സാരീസ് കുറവാണ്. എന്നാലും ഈ പറഞ്ഞ പോലെ നിറച്ച് എംബ്രോയിഡറി ഉള്ള പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും അത്യാവശ്യം നിറഞ്ഞ ഡിസൈൻസ് വരും. വലിയ ഹെവി എംബ്രോയിഡറി ഡിസൈൻസ് അല്ല ബോട്ടം പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. 2 ഫ്ലവേഴ്സും ലീവ്സും വരുന്നത് പോലെയാണ്. എന്നാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിൻ്റെ കളർ കോമ്പിനേഷൻ കൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ഡിസൈൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അകലെ നിന്ന് തന്നെ നന്നായിട്ട് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കളറുണ്ട് ആ ഒരു കൊടുത്തിരിക്കുന്ന ഈ എംബ്രോയിഡറിക്ക്. ഈ സാരി നമുക്ക് റെഡി ഫോർ ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ഉണ്ട്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1865 ആണ്. 1865 റുപ്പീസാണ്. സാരീസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇതുപോലത്തെ കൂടുതലായിട്ടുള്ള സബ്സ്ക്രൈബർ കളക്ഷനും അതുപോലെ ഹാൻഡ് എംബ്രോയിഡറി മെഷീൻ എംബ്രോയിഡറി കളക്ഷൻസിൻ്റെ ഒക്കെ സാരികളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഓണം സ്പെഷ്യൽ കളക്ഷൻസ് നമുക്ക് ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പം നമുക്ക് നേരത്തെ തന്നെ ഓർഡേഴ്സ് തരാനായിട്ട് നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഒരുപാട് പുതിയ ഡിസൈൻസ് ഒക്കെ ഈ മെഷീൻ എംബ്രോയിഡറിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡിസൈൻസ് ഒക്കെ കാണാനായിട്ട് നേരത്തെ തന്നെ അറിയാനായിട്ടും ഒക്കെ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ വരും വീഡിയോസിലായിട്ട് നമ്മൾ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.